ഹലോ ഫ്രണ്ട്സ്, നിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാ ചമ്മന്തി വെച്ചിട്ടുള്ള ഒരു മുട്ട ബജിയാണ്. അതിന് നമുക്ക് ആദ്യം ഫില്ലിങ്ങിനുള്ള തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: അരമുറി തേങ്ങ, 4-5 അല്ലി ചുവന്നുള്ളി, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. 7 കോഴിമുട്ട പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇനി അത് നടു പൊളിച്ച് വെക്കണം. നടു പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉണ്ണി എടുത്ത് വേറെ ആക്കി വെക്കണം. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഉണ്ണിയും വെള്ളയും വേറെ വേറെ മാറ്റി വയ്ക്കണം. വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയിലേക്ക് ആ മുട്ടയുടെ ഉണ്ണി ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. പൊടിച്ച് ചേർക്കണം. അതിലേക്ക് എല്ലാം കൂടി നന്നായി യോജിപ്പിക്കണം. ഞാൻ യോജിപ്പിച്ച മിക്സ് മുട്ടയുടെ വെള്ളയുടെ ഉള്ളിലേക്ക് നിറച്ച് അതിൻ്റെ മുകൾ ഭാഗം മുഴുവനും ഫില്ല് ചെയ്യണം. മുകൾ ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യണം. പുറകിലേക്കൊന്നും വേണ്ട, മുകളിൽ മാത്രം മതി. അങ്ങനെ എല്ലാതും നമുക്ക് ഫില്ല് ചെയ്യാം. ഫുള്ളും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മൈദമാവ് കൊണ്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിൽ മുക്കിയിട്ട് വേണം നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെല്ലാം വറുത്തെടുക്കാം. അതിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. നല്ല തിക്കുള്ള ബാറ്റർ ആവണം. ഏകദേശം ഇത്രയും തിക്നെസ്സുള്ളൊരു ബാറ്റർ വേണം. ഇനി നമുക്ക് ഇത് വറുക്കാനുള്ള ഓയിൽ ചൂടാക്കാം. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്ക് ഓരോ മുട്ടയും ഇട്ട് കവർ ചെയ്തിട്ട് വറുത്തെടുക്കണം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. ഏകദേശം ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അപ്പോൾ നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. അപ്പോൾ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. Thank you for watching.